ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു അഞ്ചാമത്തെ ഫായിദ എവിടെന്ന് പറയുന്നു. എന്താണ് അഞ്ചാമത്തെ ഫായിദ എന്നറിയുമോ? ഇന്നി റഅയ്തുന്നാസ യദുമ്മു ബഅദുഹും ബഅദാ. ഞാൻ ചില ജനങ്ങളെ കാണുന്നു പരസ്പരം ആക്ഷേപിക്കുകയാണ്. വയഗ്താബു ബഅദുഹും ബഅദാ. പരസ്പരം ഗീബത്ത് പറയുന്നു, പരസ്പരം അതാ ചീത്ത പറയുന്നു, ദേഷ്യം വെക്കുന്നു, ഗീബത്ത് പറയുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ ദാലിക മിൻ ഹസദി ഫിൽ മാലി വൽ ജാഹി വൽ ഇൽമി. എന്തിനാണ് അസൂയ വെക്കുന്നത്? ചില ആളുകൾ മറ്റുള്ളവന്റെ മുതൽ കണ്ടിട്ടാ അസൂയ വെക്കുന്നത്. അള്ളാഹുവിനിക്ക് വലിയ മുതൽ കൊടുത്തപ്പോൾ ഇവനിക്ക് ഒരു ചൊറിച്ചിലാണ്. അവനിക്ക് അല്ലാഹു തആല വലിയ വീടും വാഹനവും കാറും സ്വത്തൊക്കെ കൊടുത്തപ്പോൾ ഇവനിക്ക് അസൂയയാണ്. ചില ആളുകൾക്ക് അതാ സമ്പത്തിന്റെ വിഷയത്തിലല്ല, ഇൽമിന്റെ വിഷയത്തിലാണ്. ആ മൈലാർക്ക് വലിയ ഇൽമുണ്ടായി, അയാളതാ കുറെ ശിഷ്യന്മാർക്ക് ഇൽമു പഠിപ്പിക്കുന്നു, വലിയ മുദർരിസാണ്. അയാൾ ഇങ്ങനെ ധാരാളം ദർസ് നടത്തുന്നു. അങ്ങനെ ശിഷ്യന്മാരിങ്ങനെ കൂടുമ്പോൾ ദർസിനെ പറ്റി കുറ്റം പറഞ്ഞു, മുതഅല്ലിമീങ്ങളെ പരാതി പറഞ്ഞു. ഇങ്ങനെ അവിടെ അസൂയയാണ്. അങ്ങനെ ഇൽമിന്റെ വിഷയത്തിൽ പലർക്കും അസൂയയാണ്. അയാൾക്ക് ഇങ്ങനെ സ്ഥാനം കൊടുക്കുമ്പോൾ, ഇങ്ങനെ പദവി ഉയരുമ്പോ ജനങ്ങൾ വലിയ നിരക്ക് അയാളെ സ്വീകരിക്കുമ്പോൾ ഇവനിക്ക് അസൂയയാണ്. അല്ലെങ്കിൽ അവനിക്ക് മുതൽ കൂടുമ്പോൾ ഇവനിക്ക് അസൂയയാണ്. അതുപോലെ തന്നെ വൽ ജാഹി, ഒരാൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തു, പവർ കൊടുത്തു. അയാൾ വെള്ളത്തിൽ മന്ത്രിച്ചാൽ അതിന് ഫലം കിട്ടി. അയാളെങ്കതാ ഒരു ദ്വാരനാൽ ഉത്തരം കിട്ടി. അങ്ങനെ ഒരു ഫള് അല്ലാഹു കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഇവനിക്ക് അസൂയയാണ്. ഇങ്ങനെ പരസ്പരം അസൂയ, ഇങ്ങനെ പല നിലക്കും അസൂയ വെക്കുന്നവരുണ്ട്. ഇങ്ങനത്തെ ജനങ്ങളെ കണ്ടപ്പോൾ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദേ, ഞാൻ അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൽമാണ്. അതേ, ഞാൻ അല്ലാഹുവിൻ്റെ ഖുർആനിലെ ഒരായത്തങ്ങ് ഞാൻ ചിന്തിച്ചു. ഏതാണെന്നറിയുമോ? അല്ലാഹു പറഞ്ഞല്ലോ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ദുനിയാവിൽ വെച്ച് ഓരോ മനുഷ്യൻ്റെയും അതേ അവരുടെ ഓഹരികൾ അത് വെച്ച് കൊടുത്തത്, മഈശത്ത് ഓഹരി ചെയ്ത് കൊടുത്തത് അത് ഞാനാണ് കേട്ടോ. അല്ലാഹു പറഞ്ഞതാണ്. അപ്പുറത്തെ മുതലാളിക്ക് മുതൽ കൊടുത്തതാരാ? അല്ലാഹുവാണ്. ഇൽമുള്ള ആലിമിനിക്ക് ഇൽമു കൊടുത്തതാരാ? അല്ലാഹുവാണ്. അയാൾക്ക് ധാരാളം മുതഅല്ലിമീങ്ങൾ കൊടുത്തതാരാ? അല്ലാഹുവാണ്. അയാൾക്ക് ജനങ്ങളുടെ വലിയ സ്ഥാനവും പവറും കൊടുത്തതാരാ? അല്ലാഹുവാണ്. അയാളുടെ ദുആക്ക് ഉത്തരം കൊടുത്തതാരാ? അല്ലാഹുവാണ്. അയാൾ വെള്ളം മന്ത്രിച്ചാൽ അതിന് ഫലം കൊടുത്തതാരാ? അല്ലാഹുവാണ്. ഇങ്ങനെയെല്ലാം കൊടുത്തത് അല്ലാഹുവല്ലേ? ജനങ്ങൾക്ക് ഓരോരുത്തൻ്റെ ഓഹരിയും അല്ലാഹുവാണ് വെച്ചു കൊടുത്തത്, ഓഹരി ചെയ്തു കൊടുത്തത്. അപ്പം അതിൽ അസൂയ വെച്ചാലോ? അയാൾക്കല്ല മുതൽ കൊടുത്തു, ആ മുതൽ കൊടുത്തത് ശരിയായില്ല എന്നാണ് നമ്മുടെ ധാരണ. എന്ന് പറഞ്ഞാൽ അല്ലാഹു ചെയ്ത പണി ശരിയായില്ല, അതല്ലേ അസൂയ എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് മുതൽ കൊടുത്തതിൽ അസൂയ വെക്കുന്നതിന് അർത്ഥം എന്താണ്? അയാൾക്ക് അല്ലാഹു എന്തിനാണ് മുതൽ കൊടുത്തത്? അല്ലാഹു ഈ പണി ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ശരിയായില്ല എന്നുള്ള ആ ചിന്തയാണ് അതിൽ വരുന്നത്. അല്ലാഹു അയാൾക്ക് എന്തിനാണ് ഇൽമു കൊടുത്തത് എന്ന് അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ ഇത്റാൽ ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന ഒരാശയം അതിൽ വരുന്നു. അതുകൊണ്ട് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനങ്ങ് ചിന്തിച്ചു, അല്ലാഹുവല്ലേ ഓരോരുത്തനിക്കും ഓഹരി വെച്ചു കൊടുത്തത്, അല്ലാഹുവല്ലേ ഓഹരി വെച്ചു കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ ഓഹരി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതല്ല എനിക്ക് തന്നതാണ്. എൻ്റെ വീട് അത് അല്ല എനിക്ക് കണക്കാക്കിയതാണ്. എൻ്റെ വാഹനം അല്ല എനിക്ക് കണക്കാക്കിയതാണ്. എൻ്റെ മക്കളെ എനിക്കല്ല കണക്കാക്കിയതാണ്. എൻ്റെ മുതഅല്ലിമീങ്ങൾ അല്ല എനിക്ക് കണക്കാക്കിയതാണ്. എൻ്റെ ജോലി അല്ല എനിക്ക് കണക്കാക്കിയത് എനിക്ക് കിട്ടി. കിട്ടാത്തതിന് ആഗ്രഹിച്ചിട്ട് കിട്ടിയവർക്ക് ഞാൻ അതിനെ അസൂയ വെച്ചിട്ട് എന്താ കാര്യം? അല്ല എനിക്ക് കണക്കാക്കിയത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, ഫമാ ഹസത്തു അഹദൻ, ഞാൻ ഒരാളോടും അസൂയ വെച്ചില്ല. കാരണം വറളീതു ബിഖിസ്മത്തില്ലാഹി തആല, അല്ലാഹു എനിക്ക് തൃപ്തിപ്പെട്ടു. അല്ലാഹു എനിക്ക് തന്ന ആ ഓഹരി കൊണ്ട് ഞാനങ്ങ് സമാധാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ജീവിക്കുകയാണ്.
ഇങ്ങനെ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ ലോകത്ത് ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടാവോ? ആർക്കെങ്കിലും ബേജാറുണ്ടാവോ? ഉസ്താദ് എപ്പോഴും ടെൻഷൻ, ഒരു സമാധാനവും ഇല്ല, ഒരു ബേജാറും ഇല്ല, എപ്പോഴും ബേജാറ്, ഒരു സമാധാനം ഇല്ല. എന്താ സമാധാനം ഇല്ലാത്ത? ഈ ചിന്തയില്ലാത്തത് കൊണ്ടാണ്, ഈ ബോധമില്ലാത്തത് കൊണ്ടാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആ വലിയ മനസ്സ് നമുക്കുണ്ടായാൽ നമുക്ക് ധാരാളം സമാധാനമുണ്ടാകും. ആ ഒരു ചിന്ത നമുക്ക് വേണം. അതാണ് ബഹുമാനപ്പെട്ട ഹാക്കിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആറാമത്തെ ഉപദേശം മഹാനവർ ദുനിയാവിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പരസ്പരം ശത്രുത വെക്കുന്ന ആളുകളെ കാണുന്നു. എത്ര ആളുകളോടാണ് ശത്രുത, പരസ്പരം വിരോധം വെക്കുന്നു. ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ, അവൻക്ക് കണ്ടുകൂടാ, ഇവൾക്ക് കണ്ടുകൂടാ, അങ്ങനെ പരസ്പരം ശത്രുത വെക്കുന്ന ആളുകൾ. മഹാനവറുകൾ പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ അങ്ങ് ചിന്തിച്ചു, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞത്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. ശൈത്വാനാണ് നിങ്ങളുടെ ശത്രു, അതുകൊണ്ട് ആ ശൈത്വാനെ നിങ്ങൾ ശത്രുവായി കാണണം. നിങ്ങൾ മറ്റൊരാളോടും ശത്രുത വെക്കരുത്. ഈ ഉപദേശം ഞാൻ ഉൾക്കൊണ്ടു. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു? ദുനിയാവിൽ ഒരൊറ്റ മനുഷ്യനോടും ഞാൻ ശത്രുത വെച്ചില്ല. എനിക്കാരോടും ശത്രുത വെക്കേണ്ട ആവശ്യമില്ല. ശൈത്വാനെ എൻ്റെ ശത്രുവായി ഞാനങ്ങ് കണക്കുകൂട്ടി. ഏഴാമത്തെ ഉപദേശം മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ദുനിയാവിലേക്ക് അങ്ങ് നോക്കുമ്പോൾ എത്ര ആളുകളാണ് അവരിങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി, ദുനിയാവിലെ മഈശത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. രാത്രിയും പകലുമങ്ങ് അധ്വാനിക്കുന്നു. ഈ അധ്വാനം കണ്ടപ്പോൾ പകല് പണിയെടുത്തിട്ട് മതിയാകുന്നില്ല, പിന്നെ രാത്രിയും പണിയാണ്, നൈറ്റ് ഡ്യൂട്ടിയാണ്, പകലും ഡ്യൂട്ടിയാണ്. എന്തിനാണ്? ഭക്ഷണത്തിന് വേണ്ടി, റിസ്ക്കിന് വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി, സ്വന്തം വയറ് നിറക്കാൻ വേണ്ടി. ഇങ്ങനെ കിട്ടിയത് മതിയാകാതെ പിന്നെയും ദുനിയാവിൽ ഇങ്ങനെ സമ്പാദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അങ്ങ് ചിന്തിച്ചു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഒരൊറ്റ ജീവിയും ഞാൻ പടച്ചിട്ടില്ല, ആ ജീവിക്ക് വേണ്ട ഭക്ഷണം ഇവിടെ വെച്ചിട്ടല്ലാതെ ഏതൊരു ജീവനെ ഞാൻ ദുനിയാവിൽ പടച്ചിട്ടുണ്ടോ ആ ജീവിക്ക് ആവശ്യമായ ഭക്ഷണം ഇവിടെ പടച്ചിട്ടുണ്ട്. പക്ഷികളെ കാണുന്നില്ലേ? അവകൾക്കൊരു പ്ലാൻ ഇല്ലല്ലോ, നാളേക്ക് വെക്കുന്ന പണിയില്ലല്ലോ. രാവിലെ ഭക്ഷണം തേടി ഇറങ്ങും, എന്നിട്ട് അവർക്ക് ഭക്ഷണം കിട്ടും. അവകൾ വൈകുന്നേരം കൂടണയും. ഇങ്ങനെ നാളേക്ക് വേണ്ടി അതാ സ്വത്ത് സമ്പാദിക്കുന്ന പരിപാടി എന്തിനാണ്? അള്ളാഹു പറഞ്ഞതല്ലേ, ലോകത്ത് മുഴുവൻ സൃഷ്ടികൾക്കും ഭക്ഷണം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭക്ഷണം അള്ളാഹു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്, എൻ്റെ റിസ്ക് അള്ള ഏറ്റെടുത്തതാണ്. അള്ള ഏറ്റെടുത്ത് വെച്ച ഭക്ഷണത്തിന് പിന്നീട് ഞാൻ എന്തിന് തേടി നടക്കണം? അതുകൊണ്ട് എൻ്റെ സമയം മുഴുവനും ഞാൻ ആ ഭക്ഷണത്തിൻ്റെ റിസ്കിൻ്റെ പിന്നാലെ പോകാതെ ഉള്ള സമയവും മുഴുവനും ഞാൻ അല്ലാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി ചെലവഴിച്ചു. എൻ്റെ സമയം മുഴുവനും ഞാൻ ഇബാദത്തിന് വേണ്ടി ചെലവഴിച്ചു. വഖതഅതു തംഈ അമ്മൻ സിവാ. അല്ലാഹുവിന് ആരാധനയല്ലാത്ത മറ്റൊരു ചിന്തയും ഇല്ല, അതിൽ നിന്ന് മുഴുവനും ഞാൻ മാറി നിന്നു. അങ്ങനെ തവക്കുലിൻ്റെ ഏറ്റവും വലിയ മർത്തബയാണത്. അങ്ങനെ മാറി നിന്നവർക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തിട്ടില്ലേ? മറിയം ബീബി റളിയല്ലാഹു അൻഹാ, ആ
മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണം ഏറ്റെടുത്തത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. ആ സക്കരിയ നബി അലൈഹിസ്സലാം അതാ മറിയം ബീവിയെ ഇടക്കിടക്ക് സന്ദർശിക്കുമ്പോൾ എന്താ കാരണം? ഹന്നത്ത് ബീവി നേർച്ചയാക്കി, ഞാൻ എൻ്റെ പള്ളയിലുള്ള കുഞ്ഞിനെ ഗർഭിണിയായപ്പോൾ എൻ്റെ പള്ളയിലുള്ള കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് നേർച്ചയാക്കി, പ്രസവിച്ചു നോക്കുമ്പോൾ പെണ്ണായി പോയി. ഇന്നി വദഅതുഹാ ഉൻസാ, പടച്ചോനെ ഞാൻ പ്രസവിച്ചത് പെണ്ണായി പോയി. വലൈസ ദക്കറു കല്ലുൻസാ, ആണും പെണ്ണും ഒരുപോലെയല്ലല്ലോ. ഇവിടെ ആണിനെയും പെണ്ണിനെയും ഒന്നാക്കുന്ന തിരക്കിലാണ് പലരും. സ്കൂളിൽ ആണും പെണ്ണും ഒന്നിച്ചിരിക്കണമെന്ന വാദമാണ്. ഒരിക്കലും തന്നെ ആണിനെയും പെണ്ണിനെയും ഒന്നാക്കാൻ കഴിയുമോ? അത് നടക്കുന്ന കാര്യമല്ലല്ലോ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. ഇപ്പം അത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. തങ്ങളവറുകൾ എത്തിച്ചോർന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ എന്തു ചെയ്തോ? പള്ളിക്ക് നേർച്ചയാക്കി പോയി, പെണ്ണായിപ്പോയി. പെണ്ണ് പള്ളിയിലേക്ക് പോകാൻ പറ്റിയവളല്ലല്ലോ. പെണ്ണ് പള്ളിയിൽ താമസിക്കാനോ പോകാനോ കഴിയില്ലല്ലോ. അങ്ങനെ ആ പള്ളിയുടെ ചാരത്ത് ചെറിയൊരു റൂമുണ്ടാക്കി. ആ റൂമിൽ മറിയം ബീവിയെ താമസിപ്പിച്ചു. സംരക്ഷണം സക്കരിയ നബിക്ക് കൊടുത്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സക്കരിയ നബി സന്ദർശിക്കുമ്പോൾ വജദ ഇൻദഹാ റിസ്ഖാ, നല്ല സുഭിക്ഷമായ ഭക്ഷണം അവിടെ കാണുന്നു. നല്ല പഴങ്ങളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്. ചോദിച്ചു, മറിയമേ അന്നാലകി ഹാദാ, എവിടെന്നാണ് മറിയമേ ഇതൊക്കെ? ഹുവ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് വന്നതാണ്. അന്നവിടെ കിട്ടാത്ത ഫ്രൂട്ട്സുകളാണ്, അള്ളാഹു എനിക്ക് ഇറക്കി തന്നതാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഈ തവക്കുല് ചെയ്തപ്പോൾ അള്ളാഹുവിற்கு റിസ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ തവക്കുലാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു അതാ അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്. 8ാമത്തെ ഉപദേശം ഞാൻ അവസാനിപ്പിക്കുന്നു. അതാ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദേ, അങ്ങയിൽ നിന്ന് കിട്ടിയത് എത്ര ആളുകളാണ്. കുറേ രാജാക്കന്മാരെ ഹിദ്മത്തായി നടക്കുന്നു, കുറേ രാഷ്ട്രീയക്കാരെ ഹിദ്മത്തായി നടക്കുന്നു. അങ്ങനെ ഭൗതിക രംഗത്ത് പലരുടെയും അതാ ഹിദ്മത്തിന് വേണ്ടി അവരിൽ നിന്ന് എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ ഞാൻ എന്തു ചെയ്തു? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹിദ്മത്ത് ഏറ്റെടുത്ത് റബ്ബിൻ്റെ ദീനിന് വേണ്ടിയുള്ള ഹിദ്മത്തിലായി ഞാനങ്ങ് ജീവിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹിദ്മത്തിൽ അതാണ് ഏറ്റവും നല്ലത്. ആ നിലക്ക് ഞാനങ്ങ് ജീവിക്കാൻ തുടങ്ങിയെന്ന് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഓ മോമിനീങ്ങളെ, ഒരുപാട് സയ്യിദന്മാർ ഈ വേദിയിലുണ്ട്, ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇവിടെ നിന്നുകൊണ്ട് അത് ഉപദേശിക്കാൻ ഒരിക്കലും ഞാൻ അർഹനല്ല. പക്ഷേ ക്ഷണിച്ചതുകൊണ്ട് പോയി പറയാതിരിക്കാൻ കഴിയോ? അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ഈ ഉപദേശങ്ങളൊക്കെ ജീവിതത്തിൽ സ്വീകരിച്ച് മരണത്തെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് അവൻ തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അതനുസരിച്ചുകൊണ്ട് ജീവിച്ച്, ഓ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഒരു നേരത്തെ നിസ്കാരം പോലും കളാകാതെ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ച് ഓരോ ദിവസവും 4-5 മണിക്കൂർ മൊബൈൽ നോക്കാൻ യൂസ് ചെയ്യുന്നില്ലേ? ഒരു 10-15 മിനിറ്റ് നമ്മൾ അതാ വിശുദ്ധ ഖുർആൻ ഓതാൻ മാറ്റിവെച്ച് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് സ്വലാത്തുകൾ അധികരിപ്പിച്ച് ദിക്റുകൾ അധികരിപ്പിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് മഹാന്മാരെ സ്നേഹിച്ച് പണ്ഡിതന്മാരെ പിന്നിൽ അണിനിരന്ന് ഒരൊറ്റ ബിദ്അത്തിലും പെട്ടുപോകാതെ, ഒരൊറ്റ അതാ വേണ്ടാത്തരത്തിലും പെട്ടുപോകാതെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ്. ഇവിടുത്തെ വലിയ ഒരു നേതൃത്വമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മഹാനായ കൂറത്ത് തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ, നമുക്ക് നേതൃത്വം നൽകുന്നു. ഈ പ്രദേശം വലിയ ഔലിയാക്കളെ കൊണ്ട് ബറക്കത്തുള്ള പ്രദേശമാണ്. മാച്ചാറിൽ കിടക്കുന്ന മഹാന്മാരുണ്ട്, പള്ളിത്തടുക്കയിൽ മഹാന്മാരുണ്ട്, ഈ മഞ്ഞനൊട്ടിൽ മഹാന്മാരുണ്ട്. ഇങ്ങനെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ അവർ പ്രത്യേകമായി ആരാധനകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളാണ്. അവർക്ക് അവിടെ റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിച്ച്
ജീവിച്ചു, ഏകാന്ത ജീവിതം അവർ നയിച്ചു. അങ്ങനെ അള്ളാഹുവിലേക്ക് അവരെടുത്തവരാണ്. അവരെ ഉറൂസ് കഴിക്കുമ്പോഴും അവരെ സ്മരിക്കുമ്പോഴും അവർ ചെയ്ത ആ നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തി നന്നായി നമ്മുടെ ആരാധനകൾ ചെയ്ത് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പിന്നിൽ അടിവറച്ച് നിൽക്കുന്നവരാകണം കേട്ടോ. പുതിയ പുതിയ പുത്തൻ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടിപ്പടരുമ്പോൾ അതിൻ്റെ പിന്നിലൊന്നും പോകാതെ, ഒരൊറ്റ ബിദഅത്തിലും നമ്മൾ അകപ്പെട്ടു പോകാതെ, വ്യാജ ത്വരീഖത്തുകാർ ഇങ്ങനെ രംഗത്ത് വരുന്ന കാലമാണ്. ആത്മീയത പറഞ്ഞുകൊണ്ട് പലരും ഇങ്ങനെ തട്ടിപ്പുകൾ വരുന്ന കാലമാണ്. ആ നിലക്കും ഒരു കള്ളത്വരീഖത്തിലും പെട്ടുപോകാതെ, ഒരു പുത്തനാശയത്തിലും പെട്ടുപോകാതെ, എല്ലാ ചതിക്കുഴികളും തിരിച്ചറിഞ്ഞുകൊണ്ട് കള്ളും കഞ്ചാവും വർദ്ധിച്ചു വരുന്ന കാലമാണ്. അതിൻ്റെ പിന്നിലൊന്നും പോകാതെ എല്ലാ ലഹരിയിൽ നിന്നും മാറി നിന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ പിൻപറ്റണം, അവരനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അതാണ് നമ്മുടെ നേതൃത്വം. അവർ ദീർഘവീക്ഷണമുള്ളവരാണ്. ഒരു ചതിയിലും പെട്ടുപോകണ്ട, ഒരു കള്ളക്കേസിലും പെട്ടുപോകാതെ നമ്മുടെ ആലിമീങ്ങളെ കൃത്യമായ നേതൃത്വത്തിലായി ജീവിക്കണം. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ആലിമീങ്ങളെ ധിക്കരിച്ചു പോയാൽ ബനു ഇസ്രായേലിന് പറ്റിയ അബദ്ധം അതാണ്. മുൻഗാമികൾ പല പുത്തൻവാദികൾക്കും പറ്റിയ അബദ്ധം അതാണ്. അവർ ആലിമീങ്ങളെ ധിക്കരിച്ചു നടന്നു, മഹാന്മാരെ ധിക്കരിച്ചു നടന്നു. ഒരു നേതൃത്വമില്ലാതെ പോയാൽ, ഇൽമുള്ള ആലിമീങ്ങളെ നേതൃത്വമില്ലാതെ പോയാൽ അത് വലിയ അപകടത്തിലേക്കാണ് ചെന്നു പോകുന്നത് എന്ന ബോധത്തോടുകൂടെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, സ്വാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ.